Hello, my dear parents. Welcome back to Max Mandra. It's Miss Mija, your abacus and Vedic Max trainer. സോ വെക്കേഷൻ ആവാറായില്ലേ, അപ്പോൾ നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഈ ഒരു വെക്കേഷനിൽ കുട്ടികളെ ഏത് കോഴ്സ് പഠിപ്പിക്കണം എന്നുള്ളൊരു വളരെ ടെൻഷനിലായിരിക്കും പാരൻസ് പോയിരുന്നത്. ബിക്കോസ് ഞാനൊക്കെ ചെറിയ കുട്ടികളുടെ സമയത്ത് ഞാനൊക്കെ ഈ വെക്കേഷൻ ആവാമെന്ന് പറഞ്ഞ അമ്മ എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകണം, അമ്മ ഇതിന് പോകണം, ഇതിന് പോകണം. പക്ഷെ അന്ന് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ അധികം ഇല്ല അല്ലേ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളായിക്കോട്ടെ, ടാലൻറ്റ് അറിയുന്ന കോഴ്സുകളും എല്ലാം ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങളുടെ കുട്ടികളെ മാത്സ് മന്ത്രയിലേക്ക് വിടാം, ഞാൻ ഷുവർട്ടി തരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ വെക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ സമ്മർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ക്യാമ്പ് 2026 എന്ന പേരിലാണ് ഇപ്രാവശ്യം നമ്മൾ വെക്കേഷൻ ക്യാമ്പ് ഇറക്കുന്നത് കേട്ടോ. ഏപ്രിൽ 4 മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 4 ടു മെയ് മാസം ലാസ്റ്റ് വരെയാണ് നമ്മുടെ ക്യാമ്പ് വരുന്നത്. അത് കഴിഞ്ഞാൽ ജൂണിലേക്ക് നിങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കുമല്ലോ, പിന്നെ അതിനുശേഷം അത് റെഗുലർലി ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതായത് നമുക്ക് മാക്സിമം ഈ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. സോ നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ജൂനിയർ കോഴ്സ്. ജൂനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രീ കെ ജി മുതൽക്ക് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ ജൂനിയർ കോഴ്സ് കൊടുക്കുന്നത്. അതുപോലെ 1 to 4th വരെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ സ്പെഷ്യൽ കോഴ്സ് അബാക്കസിൻ്റെ സ്പെഷ്യൽ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 5th to 10th വരെയുള്ള കുട്ടികൾക്കും അതുപോലെ നമ്മൾ അബാക്കസിൻ്റെ സ്പെഷ്യൽ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ, ഈ ഒരു അബാക്കസ് ഈ വെക്കേഷന് മാത്രം സ്റ്റുഡൻസ് വരുന്നത് കാണാറുണ്ട്. നമ്മൾ വെക്കേഷന് മാത്രം അവർക്ക് കഴിഞ്ഞ വെക്കേഷന് സ്റ്റുഡൻസ് വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു വെക്കേഷനാണ് അവർക്ക് ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്കത് ബ്രേക്ക് ആവുമല്ലോ. സോ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ ഒറ്റ കാറ്റഗറി ആയിട്ടും, മൾട്ടിപ്ലിക്കേഷൻ ഒറ്റ കാറ്റഗറി ആയിട്ടും, ഡിവിഷൻ ഒരു കാറ്റഗറി ആയിട്ടും അങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇതെല്ലാം അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കഴിഞ്ഞ ശേഷം നമ്മൾ അഡ്വാൻസ്ഡ് അബാക്കസ് എന്ന് പറഞ്ഞൊരു സെഷനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അഡ്വാൻസ്ഡ് അബാക്കസ് എന്ന് പറയുന്ന സെഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനെല്ലാം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീസേ വരുന്നുള്ളൂ. 2 മാസത്തേക്ക് മെറ്റീരിയൽസ് അടക്കം വളരെ ചെറിയൊരു ഫീസേ വരുന്നുള്ളൂ. ചെറിയ ഫീസ് പറഞ്ഞാൽ വളരെ ചെറിയ ഫീസല്ല കേട്ടോ, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് വരുന്നുള്ളൂ. സോ അതെല്ലാം നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് ക്ലാസ്സുകൾ വരുന്നത് കംപ്ലീറ്റ് ഓൺലൈൻ മോഡാണ് വരുന്നത്. ഓൺലൈൻ ആകുമ്പോഴാണല്ലോ നിങ്ങൾക്ക് എവിടെ നിന്ന് ഇരുന്നാലും നമ്മുടെ മാത്സ് മന്ത്രയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് രാജ്യത്തിരുന്നായിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇവിടെ എൻ്റെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലമാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്. ഞാനിവിടെ സൗത്ത് പനവണ്ണ വായനശാലയിലാണ് ഓഫ്ലൈൻ സെഷൻ എടുക്കുന്നുണ്ട്. വീക്ക്ലി 1 സെഷനാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ സെഷനും നമ്മുടെ ഓൺലൈനാണ്. ടീച്ചർ സെഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ സ്റ്റുഡൻറ്റ് സെഷൻ ആണെന്നുണ്ടെങ്കിലും വേദിക് മാത്സ് ആയിക്കോട്ടെ, അബാക്കസ് ആയിക്കോട്ടെ, ഫിംഗർ അബാക്കസ് ആയിക്കോട്ടെ, മെൻ്റൽ മാത്സ് ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകളും നമ്മൾ ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഓഫ്ലൈൻ സെഷൻ, ഓൺലൈൻ സെഷൻ, വേദിക് മാത്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പം ഞാൻ ഒരുവിധം ഞാൻ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഇനി നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ കുട്ടീനെ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഏതൊരു കോഴ്സിലേക്ക് ചേർക്കണം എന്നുള്ളത്. സോ അത് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. ആൻഡ് എന്താണ് അബാക്കസ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് പോകാം. അബാക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സാണ്. അപ്പോൾ വേദിക് മാത്സ് എന്താ, ഇറ്റ്സ് എ ആൻസിയൻ സിസ്റ്റം. അതൊരു വളരെ ങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള എന്താ പറയുക, കുറച്ച് സൂത്രാസ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ, ക്യൂബ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഏത് വേദിക് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. അബാക്കസും വേദിക് മാത്സും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. വേദിക് മാത്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ഓറിയൻറ്റഡ് ആണ്. അബാക്കസ് എന്ന് പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആണ്. ഓക്കെ, സ്പീഡ്, ആക്യുറസി, കോൺസെൻട്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമ്മളൊരു LKGയുടെ മുതലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 4th സ്റ്റാൻഡേർഡ് വരെയൊക്കെ നമ്മൾക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് അബാക്കസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് ജൂനിയർ കുട്ടികളുടെ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വലിയ കുട്ടികൾക്ക് ഒരു 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ വീണ്ടും അത് പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ 9th and 10th കോമ്പറ്റേറ്റീവ് എക്സാംസും കോമ്പറ്റീഷനും SSLC എക്സാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് സ്പീഡ് കൂടാനും അവരുടെ മെമ്മറി പവർ കൂടാനും കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു അബാക്കസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. ലൈക്ക് മെമ്മറി വേർഡ്സ്, ബ്രെയിൻ ജിം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു ആക്റ്റീവായിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവാക്കി കൊണ്ടുവരാനൊക്കെ നമ്മുടെ ഈ ഒരു അബാക്കസിൻ്റെ പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ. ഇനി നിങ്ങൾ എൻക്വയറി ചെയ്യും, അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിക്കാട് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ.